MTയുടെ തിരക്കഥയിൽ പിറന്ന ദയ എന്ന ചിത്രത്തിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചത് മഹാഭാഗ്യമായി കരുതുന്നു. ആ വിരലുകളിലേക്ക് ഞാൻ നോക്കി. ഭീമനും സേതുവും വിമലയും ചന്തുവും എല്ലാം ജനിച്ച വിരലുകൾ. അന്തരിച്ച സാഹിത്യകാരൻ MT വാസുദേവൻ നായരെ കുറിച്ച് നടി മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണ്. മലയാളികളുടെ മനസ്സിൽ സാഹിത്യത്തിലെ വിപ്ലവങ്ങൾ രചിച്ച MTയുടെ ഓർമ്മകളാണ് നടി പങ്കുവെക്കുന്നത്. നടി പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: MT സാർ കടന്നു പോകുമ്പോൾ ഞാനൊരു എഴുത്തോലയെക്കുറിച്ച് ഓർത്തു പോകുന്നു. 9 വർഷം മുൻപ് തിരൂർ തുഞ്ചൻ പറമ്പിൽ വിദ്യാരംഭം കലോത്സവം ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ അദ്ദേഹം എനിക്ക് സമ്മാനിച്ചത്. അന്ന് ഞാൻ ആ വിരലുകളിലേക്കാണ് നോക്കിയത്. ഭീമനും സേതുവും വിമലയും ചന്തുവും എല്ലാം ജനിച്ച വിരലുകൾ. അവിടെ സംസാരിച്ചപ്പോൾ ജീവിച്ചിരിക്കുന്ന എഴുത്തച്ഛനെ എന്നല്ലാതെയുള്ള വിശേഷണം മനസ്സിൽ വന്നില്ല. ആധുനിക മലയാളത്തെ വിരൽ പിടിച്ചു നടത്തിയ എഴുത്തുകാരനിൽ പിതാവിന്റെ സ്ഥാനം തന്നെയാണ് MT സാറിന് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒറ്റ തവണയെ അദ്ദേഹത്തിന്റെ കഥാപാത്രമാകാൻ സാധിച്ചുള്ളൂ. പക്ഷേ MT സാർ എനിക്ക് സമ്മാനിച്ച കഥാപാത്രത്തിന് ഏറ്റവും ആർദ്രതയേറിയ വികാരത്തിന്റെ പേരായിരുന്നു ദയ. കാണുമ്പോഴൊക്കെ വാത്സല്യം തന്നു. ഇടയ്ക്കൊക്കെ ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചു. ആ ഓർമ്മകളും വിരൽത്തണുപ്പ് ഇന്നും ബാക്കി നിൽക്കുന്ന എഴുത്തായാലും അത് മതി ഒരു ആയുസ്സിലേക്ക്. നന്ദി സാർ. ദയാഭാരതിക്കും മലയാളത്തെ മഹോന്നതമാക്കിയതിനും. ഇതായിരുന്നു അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം. അതേസമയം ഉലകനായകൻ കമൽഹാസനും MTയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചു. MTയുമായുള്ള ഓർമ്മയുടെ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സൗഹൃദത്തിന്റെ ആഴക്കടൽ വ്യക്തമാക്കുന്നത്. MT വാസുദേവൻ നായരുടെ വിയോഗത്തിൽ കുറിപ്പ് പങ്കുവെച്ച് നടൻ കമൽഹാസൻ തന്നെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ കന്യാകുമാരി എന്ന സിനിമയിൽ തുടങ്ങിയ സൗഹൃദം ഏറ്റവും ഒടുവിൽ MTയുടെ കഥകളെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ അന്തോളജി സിനിമ മനോരഥങ്ങൾ വരെ തുടർന്നുവെന്നും കമൽഹാസൻ കുറിച്ചു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹം പ്രതികരണം അറിയിച്ചത്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഒരു മികച്ച എഴുത്തുകാരനെയാണ് നഷ്ടമായത്. മലയാള സാഹിത്യ ലോകത്തെ ഏറ്റവും വലിയ വ്യക്തിയാണ് MT. മലയാള സിനിമാ ലോകത്തിന് തന്നെ പരിചയപ്പെടുത്തിയ കന്യാകുമാരി എന്ന സിനിമയിലൂടെ സൃഷ്ടാവെന്ന നിലയിൽ അദ്ദേഹവുമായുള്ള എൻ്റെ സൗഹൃദം തുടങ്ങിയത്. അതിപ്പോൾ 50 വയസ്സ് തികഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മനോരഥങ്ങൾ വരെ ആ സൗഹൃദം തുടർന്നു. മലയാള സാഹിത്യ ലോകത്തിന് മികച്ച നോവലുകൾ സമ്മാനിച്ച അദ്ദേഹം മികച്ച തിരക്കഥാകൃത്ത് കൂടെയാണ്. പത്രപ്രവർത്തന മേഖലയിൽ ആഴത്തിലുള്ള മുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന്റെ മരണം വേദനയുണ്ടാക്കുന്നു. എഴുത്തിൽ സാധ്യമായ എല്ലാ രൂപങ്ങൾക്കും അതിൻ്റെതായ തനിമയോടെ പൂർണ്ണത നൽകിയ എഴുത്തുകാരന്റെ മനസ്സ് വിരമിച്ചിരിക്കുന്നു. ഇത് വലിയ നഷ്ടമാണ്. തെന്നിന്ത്യൻ സാഹിത്യ വായനക്കാരെയും കലാ ആരാധകരെയും ഇത് തീവ്ര ദുഃഖത്തിലാക്കും. ഈ മഹാനായ എഴുത്തുകാരന് എൻ്റെ ആദരാഞ്ജലികൾ. ഇങ്ങനെയായിരുന്നു കമൽഹാസൻ അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചതും. മലയാളത്തിന്റെ മഹാപ്രതിഭയും അതുല്യ കലാകാരനും എഴുത്തിന്റെ പെരുന്തച്ഛനുമായ MT വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അതിവൈകാരികമായ കുറിപ്പ് മമ്മൂട്ടിയും പങ്കുവച്ചു. ചിലരെങ്കിലും പറയാറുണ്ട് MTയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന്. കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു. കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു. സ്നേഹിതനെ പോലെ, സഹോദരനെ പോലെ അത് പെരുകി. 4-5 മാസം മുൻപ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ് എൻ്റെ നെഞ്ച് ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി. ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഓർക്കുന്നില്ലിപ്പോൾ. ഒരു യുഗപ്പൊലിമ മങ്ങി മാറുകയാണ്. എൻ്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു. ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വയ്ക്കുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം. അതേസമയം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് സാഹിത്യത്തിൻ്റെ കഥാകാരൻ്റെ വിയോഗം വരുന്നത്. ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ 11 ദിവസമായി തീവ്രപരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ചികിത്സയ്ക്കിടയിൽ ഉണ്ടായ ഹൃദയാഘാതമാണ് ആരോഗ്യനില കൂടുതൽ വഷളാക്കിയത്. കഴിഞ്ഞ 1 മാസത്തോളമായി വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ MTയെ അലട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ മോശമായി എന്ന റിപ്പോർട്ടുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ പുറത്തു വന്നിരുന്നു. ശ്വാസ തടസ്സത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ 15-നാണ് MTയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ശ്വാസ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് പുറമെ ശരീരത്തിന്റെ മറ്റു അവയവങ്ങളുടെ പ്രവർത്തനവും മോശമാവുകയായിരുന്നു. ഇതിനിടയിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നുവെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് മഹാസാഹിത്യകാരന്റെ ആരോഗ്യനില വീണ്ടും ഗുരുതരമായതും ദേഹവിയോഗമുണ്ടാകുന്നതും.
മണ്ണും മലയാളവും ഉള്ളിടത്തോളം കാലം ഓർക്കപ്പെടുന്ന രണ്ടക്ഷരമാണ് മലയാളികൾക്ക് MT. മലയാള സാഹിത്യത്തിന് മാത്രമല്ല ഇന്ത്യൻ സാഹിത്യ ശാഖയ്ക്ക് വളരെ അഭിമാനകരമായ ഒട്ടനവധി കൃതികൾ ആ തൂലികയിൽ നിന്നും പിറന്നു വീണു. സിനിമാ മേഖലയിൽ കൈവച്ചതെല്ലാം തന്നെ അദ്ദേഹം തിലകക്കുറി ചാർത്തുക തന്നെ ചെയ്തു. അതേപോലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരന്മാരിൽ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി കൂടിയായിരുന്നു MT. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.